മക്കളെ ഇന്ന് എൻ്റെ ഇക്കൊക്കെ സാലറി കിട്ടിയ ദിവസമാണ്. അപ്പം നമ്മൾ അർമാദിക്കാനായിട്ട് എത്തിയത് ഹോളിഡേയ്സ് റെസ്റ്റോറൻറ്റിലേക്കാണ്. എങ്ങനെയുണ്ട്? ഹോട്ടൽ സൂപ്പ് ചിക്കൻ 1/2, ഒരു ഡ്രാഗൺ ചിക്കനും ഒരു ഗാർലിക് നാൻ, ഒരു ബട്ടർ നാനും, ഒരു മിക്സ് ഫ്രൈഡ് റൈസും, പെരി പെരി ഫുൾ അല്ല പെരി പെരി ഫുള്ളും, ഒരു ബീഫ് ബിരിയാണിയും, 2 തന്തൂർ റൊട്ടി, ഒരു ബീഫ് ചട്നി. ഇതാണ് നമ്മുടെ സൂപ്പ്. സോർ ആൻഡ് ഹോട്ട് എന്നാണ് കേട്ടോ പേര് പറഞ്ഞത്, ബാക്കി ഓർമ്മയില്ല. കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തത് കൊണ്ട് എനിക്ക് ഇത് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ. അമ്മേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഏതെടുക്കുക, അയ്യോ മറ്റേ സിനിമയിൽ CID മൂസയിലെ സിനിമയുടെ അവളുടെ അയ്യോ എൻ്റെ മിക്സി, അയ്യോ എൻ്റെ TV, അങ്ങമാതിരി ഫീലിങ്സ് ആയിരുന്നു. എനിക്ക് എന്താ കഴിക്കേണ്ടതെന്നറിയില്ല. ഒന്നിനൊന്നും മെച്ചമായിരുന്നു കേട്ടോ. അയ്യോ ഞാൻ കടുത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കണ്ട, ഞാൻ അവിടൊന്നും പോകണില്ല, എനിക്ക് എൻ്റെ അറുമാതിക്കിലേക്ക് കഴിയാനായി മക്കളെ. പിന്നെ ഇത് വാട്ടർ മെലൺ ജ്യൂസാണ് കേട്ടോ. കുഞ്ഞു ഗ്ലാസ്സിലായതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഫുഡിലേക്കാണ് കേട്ടോ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. കാരണം വയറെടുത്ത് വെച്ച്, അതുകൊണ്ടാണ് ഇതിൽ ഞാനങ്ങ് നിർത്തി. അയ്യോ എനിക്കിപ്പോൾ പറയുമ്പോൾ കൂടെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട്, കാരണം അത്രയും ടേസ്റ്റായിരുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് പോകാൻ തോന്നില്ല. പിന്നെ ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാനെ നിർത്തിയിട്ട് ഞാൻ കഴിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഇക്ക ഓൾറെഡി കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പിടിക്കാൻ കൊടുത്ത് എന്നിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കണത്. കാണുമ്പോൾ വിചാരിക്കും ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും ഇക്കടയിൽ കുഞ്ഞാണെന്ന്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇക്ക കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ കഴിക്കണത്. അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കുഞ്ഞിനെയും വെച്ചൊക്കെ പുറത്ത് പോകുന്ന ടൈമിൽ. അപ്പോൾ എനിക്ക് പറയാനും കിട്ടുന്നില്ല ആ ഒരു ഇതുകൊണ്ട്. സ്നേഹത്തിൽ ഞാനൊരു ഉരുള വായിലങ്ങ് വെച്ച് കൊടുത്തു. എൻ്റെ മുഖത്ത് ആ ഒരു ഇത് കണ്ടറിയാം, അതായത് എന്ത് ഭാവങ്ങൾ പുറത്തെടുക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ അതുകൊണ്ട് ക്ലിപ്പിങ്സ് എടുക്കാനൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, വോയിസ് കൊടുക്കാനൊന്നും. കാരണം ഞാൻ അത്രയും ഫുഡിൽ അങ്ങ് എൻജോയ് ചെയ്ത് മറയുകയാണ് മക്കളെ. അയ്യോ എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. ആദ്യമായിട്ട് വന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ പുറത്തൊന്നും, നമ്മുടെ ഹസ്ബൻഡ് അല്ലേ നമ്മളെ കൊണ്ടുപോകുള്ളൂ, അങ്ങനെ പുറത്തൊന്നും പോകാൻ ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്കിതൊക്കെ വലിയ കാര്യമായിട്ട് തോന്നണത്. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ ഒട്ടും മനസ്സില്ല. ഞാൻ പോവില്ല, തീർന്നു, എൻ്റെ എല്ലാം തീർന്നു. അയ്യോ എന്തായാലും എന്നെ കണ്ടു വെച്ചാൽ തോന്നില്ല ഇത്രയൊക്കെ ഫുഡ് ചെയ്യണമെന്നുള്ളത്. ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ നിറയെ ക്വാണ്ടിറ്റി കഴിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് നിറയെ ക്വാണ്ടിറ്റി കഴിക്കാനൊന്നും ഉള്ള കഴിവില്ല. പക്ഷേ ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫുഡ്സ് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുറച്ച് ക്വാണ്ടിറ്റി എന്നാക്കാം മുണങ്ങ് വന്നിട്ട് ബാക്കി. എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അതായത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കഴിക്കാൻ സാധിക്കില്ല, പക്ഷേ വെറൈറ്റി ഓഫ് ഫുഡ്സ് അങ്ങനെ കുറച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്ത് കഴിച്ചാലും പിന്നെ തടി വയ്ക്കില്ല എന്നുള്ളത് എന്തോ ഒരു അനുഗ്രഹം മാത്രമേ പറയാനുള്ളൂ കേട്ടോ. പക്ഷേ എൻ്റെ ഇക്കാക്ക് വെള്ളം കുടിച്ചാൽ പോലെ തടി വയ്ക്കുന്ന ശരീരപ്രകൃതമാണ്. ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഓപ്പോസിറ്റാണ്. പിന്നെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട്, എൻ്റെ ആംഗിൾ ശരിയില്ല, എൻ്റെ വർത്തമാനം ശരിയില്ല, എൻ്റെ എക്സ്പ്രഷൻസ് ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് കേൾക്കണതിൻ്റെ എനിക്കറിയാം ഞാൻ പ്രൊഫഷണലായിട്ടല്ല, അല്ലെങ്കിൽ നല്ല രീതിക്കല്ല. ഞാനിപ്പോൾ ഇത് ഫസ്റ്റൊക്കെ അതിന് ഇൻകം അത് അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലിപ്പോൾ വ്യൂസ് ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞാൻ സമാധാനിക്കാൻ വേണ്ടി കണ്ടെത്തിയത്, പിന്നീട് എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിതൊക്കെ ഒരു ഓർമ്മയായിട്ട് കാണുമ്പോൾ ഉണ്ടാവുമല്ലോ. എത്ര വർഷം ഇപ്പോൾ എൻ്റെ മോനൊക്കെ വലുതായിട്ട് ചിലപ്പോൾ നമ്മൾ ഫോണൊക്കെ മാറ്റുമ്പോൾ ഫോട്ടോസൊക്കെ പോയി എന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഇട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പം ചെറുപ്പത്തെ എങ്ങനെ ഇരുന്നു എന്ന് നമുക്കായാലും, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രായത്തെ എങ്ങനെ ഇരുന്നു, എവിടെയൊക്കെ പോയി എന്നുള്ളതൊക്കെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അത്രേ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പിന്നെ അവനുള്ള ഫുഡ് എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ എടുത്തിട്ടാണ് കേട്ടോ പോണത്. അവന് ഈ റാഗിയും ബനാന പൗഡറൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ അന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ക്യാരറ്റ് എടുത്തതാണ്, പക്ഷേ അവനത് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവൻ കഴിക്കുന്നില്ലെങ്കിൽ പോലും മൈൻഡൊന്ന് നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതങ്ങനെ വായിൽ വെച്ച് കൊടുത്തോണ്ടിരുന്ന് അങ്ങനെ ഇരുന്നോളും കരയാതെ. അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അതാണ് അവന് എപ്പോഴും വേണ്ടത്. എൻ്റെ മകൻ മോൻ. അപ്പം ഞാൻ എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നിർത്തി, എൻ്റെ വായ കടയുന്നു. അപ്പം ഞാൻ എന്തായാലും ബാക്കി കഴിച്ച് തീർക്കട്ടെ. ഓക്കെ.
ഇതെന്താടാ അത്, ബാഹുബലി സിറപ്പോ? അടിപൊളി പ്രസൻറ്റേഷൻ. കുടിച്ച് നോക്കിയിട്ട് ഇനി അഭിപ്രായം പറയാവേ. ലെറ്റ് മീ സെർവ് ഇറ്റ്. എന്ത് ഭംഗിയല്ലേ, ഭയങ്കര റോയൽ ലുക്കില്ലേ കാണാനായിട്ട്. കുടിച്ച് നോക്കട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്, ഇപ്പോൾ പറഞ്ഞു തരാം. തകതൊടി തൈ. നല്ല അടിപൊളി ഷാമ്പ്യൻ ആയിരുന്നു കേട്ടോ നമ്മുടെ 7up ആപ്പിൾ കട്ടിങ് ഇട്ടത്. ഞാൻ കഷ്ടപ്പെട്ട് ക്യാരറ്റ് പ്യൂരി കൊണ്ടുവന്നത് അവൻ കഴിച്ചില്ല, അവനത് ഇഷ്ടപ്പെട്ടില്ല. അവനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ ഇല്ലാത്ത ഓറഞ്ച് ജ്യൂസ് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. അത് അവന് ഇഷ്ടപ്പെട്ടു, അവൻ കുടിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, എന്തായാലും അവന് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. പിന്നെ അവിടുത്തെ ബില്ലും കണ്ട് കണ്ണും തള്ളി ബോധം കെട്ട് ഞാനിപ്പോൾ ഒരൊറ്റ കിടപ്പായി, മത്ത് പിടിച്ചു കേട്ടോ, അതുകൊണ്ടാണ്. എന്തായാലും വയറുനിറഞ്ഞ് വയറ് ഫുള്ളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.